നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പുനർവിവാഹം നോക്കുന്ന 2 മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് പറയുന്നത് 35 വയസ്സുള്ള ഭർത്താവ് മരിച്ച ഒരു യുവതിയുടെ ഡീറ്റെയിൽസാണ്. 2 കുട്ടികളുണ്ട്. ആൾക്ക് ക്വാളിഫിക്കേഷൻ SSLC ആണ് തന്നിട്ടുണ്ട്. മദ്രസ വിദ്യാഭ്യാസം 7 എന്നും കൂടെ തന്നിട്ടുണ്ട്. 5 അടി 3 ഇഞ്ചാണ് ഹൈറ്റ്. മീഡിയം കളറാണ്. കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗമാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, അപ്പോൾ അവിടെ നിൽക്കുന്ന പ്രപ്പോസലാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണ് താല്പര്യം. സുന്നി വിഭാഗത്തിലെ പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന 38 വയസ്സുള്ള യുവതിയുടെയാണ്. 5 അടി 2 ഇഞ്ചാണ് ഹൈറ്റ്. ഇരുനിറാണ്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട്. SSLC ആണ് ക്വാളിഫിക്കേഷൻ. മതപഠനം 7 എന്നാണ് തന്നിട്ടുള്ളത്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 46 വയസ്സ് വരെയുള്ള നിലവിൽ ഭാര്യയില്ലാത്ത മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. ഇവരുടെ ഫാമിലി ഫാദർ, മദർ, 2 ബ്രദേഴ്സാണ് ഉള്ളത്. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതിനു മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം. ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം 2 കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ്. പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.